മക്കളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ നമ്മുടെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളുണ്ടാകും. ഈ സ്വപ്നങ്ങളും പ്രതീക്ഷകളനുസരിച്ച് വളരാതെ വരുമ്പോൾ നമുക്ക് വേദന അനുഭവിക്കും, സങ്കടങ്ങൾ തോന്നും. മക്കളെ ഓർത്ത് കരയുന്ന എത്രയോ പേരാണെന്നറിയാം. അതുപോലെ ഭർത്താവിനെ ഞാൻ ആഗ്രഹിച്ചൊരു ഭർത്താവിൻ്റെ പ്രതീക്ഷിക്കുന്നത് ഭർത്താവ് വളരാതെ വരുമ്പോൾ അത് കരയുന്ന എത്രയോ പേരെന്നറിയാം. ഭാര്യ ഞാൻ ആഗ്രഹിച്ചൊരു ഭാര്യയെ പോലെ ആകാതിരിക്കുമ്പോൾ അതേ ഓർത്ത് വേദനിക്കുന്ന എത്രയോ പേരാണ്. ഇങ്ങനെ നമ്മൾ മനുഷ്യ ഇടയിൽ പ്രതീക്ഷകൾക്കത് വളരാതെ വരുമ്പോൾ നമ്മൾ കരയുന്നു. ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആത്മശോധന ചെയ്യണം. ദൈവം നമ്മിൽ ആഗ്രഹിച്ച പ്രതീക്ഷ, ദൈവം നമ്മിൽ കണ്ട സ്വപ്നം, അതനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ദൈവം എന്നെ ഓർത്ത് കരയുന്നുണ്ടോ? ജെറുസലേം ജെറുസലേം എത്രയോ തവണ നിന്നെ ഞാൻ ഒന്ന് ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിച്ചു. നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയാണോ പറയുന്നത്? നമ്മുടെ പേര് ആ ജെറുസലേം ജെറുസലേം എന്ന പേര് മാറ്റി നമ്മുടെ പേരുകൾ വെക്കുക. അതിനുശേഷം ദൈവം നമ്മൾ വിളിക്കുക. നമ്മുടെ ഓരോരുത്തരും മേരി, ഔസേപ്പേ, മേരിയെ, മേരിയെ, എത്രയോ തവണയാണ് ഞാൻ നിന്നെ ഒന്ന് ഒരുമിച്ച്, ഞാൻ നിന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. നീ ആ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നു എന്നുള്ളതാണ് ആത്മശോധന ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കാം.